ഗൈസ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മൈ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഇന്ന് ഞാൻ തൃശ്ശൂർക്ക് പോവാണ്. ഒറ്റയ്ക്കാണ് പോകുന്നത്. ഞാൻ എൻ്റെ ലൈഫിൽ ഒറ്റയ്ക്ക് അങ്ങനെ അധികം ഒട്ടും പോയിട്ടില്ലാത്ത ഒരാളാണ്. ആകെ കോളേജ്, വീട് കോളേജ്, അതുമാത്രമാണ് ഞാൻ ആകെ ഒറ്റയ്ക്ക് പോയിട്ട് വരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ എല്ലായിടത്തും നമ്മളൊന്ന് പോകണമല്ലോ. എപ്പോഴും ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യാനിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നടക്കില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ച് ഒറ്റയ്ക്ക് തൃശ്ശൂർക്ക് പോവാന്ന്. തൃശ്ശൂർ വരെയല്ലേ. പിന്നെ അവിടെ എൻ്റെ രണ്ടാമത്തെ ചേട്ടനും വൈഫും ഉണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് പോണത്. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് റെഡി ആവാം. ഇവിടെ നിന്ന് 9 മണിക്ക് പോകണം. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. ഞാൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല മഴയാണ് പുറത്തൊക്കെ. നമുക്ക് പോകാം. അങ്ങനെ ഞാൻ ബസ്സിലൊക്കെ കയറിയിരുന്ന് 9:20 ബസ് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ഒരു 10:45 തൃശ്ശൂരെത്തി. അപ്പോൾ ചേട്ടനെയും ചേച്ചിനെയും വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അവർക്കും ബ്ലോക്ക് കിട്ടിയിട്ട് അവർ കുറച്ച് ലേറ്റായിട്ടാണ് എത്തിയത്. അത്രയും നേരം ഞാൻ അവിടെ ഇരുന്നു. ഇതാണ് വടക്കുന്നാഥൻ അമ്പലം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഹോട്ടൽ ഭാരതിക്ക് പോയി. ഇവിടുത്തെ മസാല ദോശ നല്ല ഫേമസ് ആണ്, അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റുമാണ്. അവിടെ നല്ല തിരക്കും ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ വട എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഒരു ബണ്ണൊക്കെ പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ മീൻസ് ദോശ ആയിരുന്നാലും നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മസാല ആയാലും എല്ലാം. ഇത് എനിക്ക് ചേച്ചി നൈക്കയിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് പ്രൊഡക്ട്സ് ആണ്. അപ്പം ഞാൻ അതൊക്കെ കാറിലിരുന്ന് നോക്കി. പിന്നെ ഞങ്ങൾ കുത്താമ്പള്ളിക്കാണ് പോയതെന്ന്. അപ്പോൾ പോണ വഴി കാറിലിരുന്ന് ഞാനിങ്ങനെ കേക്കും അതും ഇതൊക്കെ തിന്നുകൊണ്ടിരുന്ന്. കാരണം കുറച്ച് ലോങ് ഉണ്ടല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ തിന്നുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ എത്തി. അവിടെ ഫുൾ ഇങ്ങനത്തെ കടകൾ തന്നെയാണ്, ടെക്സ്റ്റൈൽ ഷോപ്പുകൾ തന്നെയാണ്. ഇവിടെ തന്നെയാണ് AR ഹാൻഡ്ലൂംസ് അങ്ങനത്തെ ഒക്കെ വരുന്നത്. ഇവിടെ ഞങ്ങൾ കയറി. ഇതിൻ്റെ പേര്, ഈ കടയുടെ പേര് ശിവരാം ടെക്സ്റ്റൈൽസ് അങ്ങനെ എന്തോ ആണ്. പക്ഷേ ഇവിടുത്തെ കളക്ഷൻസും പോരാ, അവരുടെ സർവീസും ഭയങ്കര മോശമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ റാംസൺ അങ്ങനെ എന്തോ റാംസൺസിലേക്ക് പോയി. പക്ഷേ ഇവിടെ നല്ല കളക്ഷൻസും ഉണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ സർവീസ്, അതായത് ഇവരുടെ സ്റ്റാഫുകളുടെ സർവീസ് അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് സാരികൾ, കേരള സാരി, പിന്നെ സെറ്റ് മുണ്ട്, പിന്നെ മൽമൽ കോട്ടൻ്റെ സാരി, അങ്ങനത്തെ കുറച്ച് സാരികളൊക്കെ വാങ്ങിച്ചു. പിന്നെ കുറേ മുണ്ടുകൾ, അച്ഛനും ചേട്ടനൊക്കെ മുണ്ടുകൾ വാങ്ങിച്ചു. ഞാൻ പിന്നെ കുറച്ച് ഓർണമെൻറ്റ്സൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതൊക്കെ നോക്കി നിൽക്കുകയാണ്. ഇതാണ് ഞങ്ങൾ വാങ്ങിച്ചിട്ട് ബില്ലടിക്കാനായിട്ട് കൊണ്ടുവച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പർച്ചേസൊക്കെ കഴിഞ്ഞ് ഒരു 4:30 കഴിഞ്ഞപ്പോൾ തിരിച്ചിറങ്ങി ഒരു ഹോട്ടലിൽ കയറിയിട്ട് ലൈം ജ്യൂസും അതുപോലെ തന്നെ അൽഫാമും കഴിച്ചു. ചേട്ടനൊക്കെ ചപ്പാത്തി അങ്ങനെ എന്തൊക്കെയാണ് കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് ഉത്രാളിക്കാവ് എത്തിയപ്പോൾ കറക്റ്റ് 2 ട്രെയിൻ പോണത് കണ്ട്. അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു ഇവിടെ നിർത്താൻ പറഞ്ഞു. അങ്ങനെ നിർത്തി. പിന്നെ ട്രെയിൻ ഫുള്ളും പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കിയാൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ ചേട്ടൻ്റെ വീട്ടിലേക്കാണ് ഡയറക്റ്റ് പോയത്. ഇവിടെ ചുറ്റും ഇങ്ങനെ പാടമൊക്കെ പോലെയാണ് കേട്ടോ. നല്ല കാറ്റ് വരുന്നുണ്ട്. നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. 6:30 കഴിഞ്ഞപ്പോഴേക്കും അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക്. നമ്മളിപ്പോൾ എവിടെ പോകുന്നില്ല വെച്ചു? നമ്മളിപ്പോൾ മധുര കഫേയിൽ പോകുന്നു ചായ കുടിക്കാനായിട്ട്. അവിടെ നിന്ന് ഞാൻ ഓർഡർ ചെയ്തത് ഒരു ഡ്രൈ ഫ്രൂട്ട് മിൽക്ക് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമായിരുന്നു. ചേച്ചിയും ചേട്ടനും കോഫിയും പിന്നെ ചേച്ചിയുടെ അമ്മ പൈനാപ്പിൾ ജ്യൂസാണ് ഓർഡർ ചെയ്തത്. നമ്മുടെ മഷ്റൂം ടോപ്പിൽ അത് തരുന്നില്ല. അവസാനം നമ്മുടെ ടോപ്പിലെടുത്ത് ചൂടാക്കുന്നത്. പിടിച്ചോ. ഡ്രൈ ഫ്രൂട്ട് മിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നട്ട്സൊക്കെ, അതായത് ബദാം, കാഷ്യൂ അങ്ങനത്തെ ഒക്കെ നട്ട്സ് ഇട്ട് അടിച്ചിട്ട് അതും ചൂട് പാലിൽ മിക്സ് ചെയ്ത് തരുന്നതായിരുന്നു അത്. പക്ഷെ അതും നല്ല അടിപൊളി. അങ്ങനെ ഞാൻ വീട്ടിലെത്തി. കാലത്ത് പോയാണ്. ചേട്ടനും ചേച്ചി എന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കിയിട്ടാണ് അവർ പോയത്. ഇന്ന് ലച്ചുവിൻ്റെ അമ്മ ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ ലച്ചുവിൻ്റെ അമ്മേനെ വീട്ടിലാക്കിയിട്ട് അവരിങ്ങനെ നേരെ തൃശ്ശൂർക്ക് പോകും. എനിക്ക് ഇനി എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഡ്രസ്സൊക്കെ മാറണം, ഒന്ന് കുളിക്കണം പോയിട്ട്. കാരണം ഇന്ന് കാലത്ത് പോയാണ്. കാലത്ത് തൊട്ട് ഇങ്ങനെ ഇരുന്നിരുന്ന് വണ്ടിയിൽ ഇരുന്നിരുന്ന് അത്യാവശ്യം ടയേർഡായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആ ക്ഷീണമൊക്കെ മാറാൻ വേണ്ടിയിട്ടൊന്ന് കുളിക്കണം. പിന്നെ
പിന്നെ വേറെ പരിപാടിയൊന്നുമില്ല. കിടന്നുറങ്ങണം. ആ, ഇനി നാളത്തെ പരിപാടി എന്താണെന്ന് ഇതുവരെ ഞാൻ തീരുമാനിച്ചിട്ടില്ല. നാളെ എനിക്കൊന്ന് കൊടുങ്ങല്ലൂരൊക്കെ ഒന്ന് പോകണം എന്നുണ്ട്. ഇനി അമ്മ ഫ്രീ ആണെങ്കിൽ അമ്മയുടെ ഒപ്പം പോകും, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒറ്റയ്ക്ക് പോകും, അറിയില്ല. അപ്പോൾ നാളെയും വീഡിയോ ഉണ്ടാവും, കാണണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനാർക്കെങ്കിലുമൊക്കെ അയച്ചു കൊടുക്കണം. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.